ജനതയ്ക്ക് മുന്നിൽ വഞ്ചനയുടെ പുതിയ പതിപ്പുമായി എത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയ്ക്കോ ഭാവി ഫലസ്തീൻ രാഷ്ട്രത്തിനോ ഒരു തരത്തിലും ഉപകാരപ്പെടാത്ത ട്രംപിന്റെ 20 ദിന പദ്ധതി വിശകലനം ചെയ്താൽ വെളിപ്പെടുത്തുന്നത് ഫലസ്തീൻ മണ്ണിൽ ചരിത്രത്തിലുടനീളമുള്ള വഞ്ചനയുടെ ഏറ്റവും പുതിയ രൂപമാണ്. ട്രംപിന്റെ കരാർ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ മാത്രം നിറവേറ്റാനായി രൂപം നൽകിയതാണ്. ഗസ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പേരിൽ അവതരിപ്പിച്ച ഈ 20 ദിന പദ്ധതി യഥാർത്ഥത്തിൽ ഫലസ്തീനുകളുടെ ശബ്ദം മൂടിക്കെട്ടാനുള്ള നീക്കം മാത്രമാണ്. സെപ്റ്റംബർ 24-ന് 8 അറബ് മുസ്ലിം രാഷ്ട്രപ്രതിനിധികൾക്ക് മുന്നിൽ ട്രംപ് അവതരിപ്പിച്ച കരാറിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് 5 ദിവസത്തിന് ശേഷം നെതന്യാഹുവിന്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. നെതന്യാഹുവിന്റെ താല്പര്യപ്രകാരം വരുത്തിയ തിരുത്തലുകൾ ഉൾപ്പെട്ട ഈ കരാറിൽ ഫലസ്തീൻ അനുകൂല ഘടകങ്ങളെല്ലാം വെട്ടിമാറ്റപ്പെട്ടു. ഗസയിൽ നിന്നുള്ള സേനാ പിന്മാറ്റം, ഹമാസിന്റെ നിരായുധീകരണം, രാഷ്ട്ര സ്ഥാപനത്തിലുള്ള മാർഗരേഖ എന്നിവയിലെല്ലാം അട്ടിമറിയുണ്ടായി. ഗസ ആകമാനം, നിരായുധീകരണം, ഇസ്രായേലിന് ഭീഷണിയാകാത്ത ടെറർ ഫ്രീ സോൺ, ഇസ്രായേലി സൈന്യത്തിന്റെ നടപടികൾ നിർത്തിവെക്കൽ, ഗസയിൽ നിന്ന് ക്രമേണയുള്ള പിൻവാങ്ങൽ, ബന്ദികൾ തിരിച്ചെത്തിയാലുടൻ 250 ജീവപര്യന്ത തടവുകാരുടെ മോചനം, 2023 ഒക്ടോബർ 7-ന് ശേഷം പിടികൂടിയ 1700 ഗസക്കാരുടെ മോചനം തുടങ്ങിയവയാണ് കരാറിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഈ കരാറിൽ തീരുമാനമായാൽ ഗസയിലേക്ക് ഭക്ഷ്യ ആരോഗ്യ സഹായ വിതരണം പുനരാരംഭിക്കും. ഹമാസ് അംഗീകരിച്ചില്ലെങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് സൂചന. രാഷ്ട്ര സ്ഥാപനത്തിലുള്ള മാർഗരേഖ എന്ന അവ്യക്ത നിലപാടാണ് പദ്ധതിയിലെ മറ്റൊരു നിർണായക പോയിന്റ്. ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത മുൻകാല കരാറുകൾ പോലെ ഒരു കേവല വാഗ്ദാനം മാത്രം. ഈ പോയിന്റിൽ നിന്ന് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുമെന്ന് ഒരു തരത്തിലും കരുതാനാകില്ല. ജോർഡൻ നദിക്ക് പടിഞ്ഞാറ് ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ച 10 ദിവസം തികയും മുമ്പാണ് കരാർ വരുന്നത്. അതിനാൽ അറബ് ലോകത്തെ തൽക്കാലം ആശ്വസിപ്പിക്കാനുള്ള തന്ത്രമായ ഇതിനെ കാണാനാകൂ. ട്രംപിന്റെ ഈ 20 ദിന പദ്ധതി ഇസ്രായേൽ താല്പര്യങ്ങൾക്കൊപ്പമാണ് പകൽ പോലെ വ്യക്തമാണ്.